പുനരധിവാസത്തിലെ പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാട്ടി മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർ വയനാട് കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ സമരം. സമരത്തോട് എതിർപ്പില്ലെന്ന് മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. പ്രതിഷേധക്കാരുമായി മന്ത്രി ഇപ്പോൾ ചർച്ച നടത്തുകയാണ്. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് സുജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട്. സുജിത്ത്, ഇന്നും ഈ പ്രതിഷേധ സമരമുണ്ട് അവിടെ. ഇപ്പോൾ മന്ത്രിയുമായി ചർച്ച നടത്തുകയാണെന്നും അറിയുന്നു. ആ ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് വിവരങ്ങൾ? ഒപ്പം തന്നെ ഈ പ്രതിഷേധത്തിന് എതിരല്ല എന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുമുണ്ടല്ലോ. തീർച്ചയായും ഇന്ന് രാവിലെ മുതലാണ് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ പരിപാടി നടന്നത്. ഉപരോധമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഒരു ഗേറ്റ് ഇവർ ഉപരോധിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ സമരസമിതി നേതാക്കളുമായി റവന്യൂ മന്ത്രി കെ രാജൻ ചർച്ച നടത്തുകയാണ്. അദ്ദേഹം കളക്ടറേറ്റ് ചേംബറിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. സമരസമിതിയുടെ നേതാക്കളായിട്ടുള്ള നസീർ അലക്കൽ, ഷാജിമോൻ, അതോടൊപ്പം മനോജ് ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തന്നെ ഈ കളക്ടറേറ്റിനകത്തുണ്ട്. ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത് പുനരധിവാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇവർ ഉന്നയിക്കുന്ന പലരും അർഹരായ ആളുകൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല. പടവട്ടിക്കുന്ന്, അട്ടമല, വില്ലേജ് റോഡ്, സ്കൂൾ റോഡ് തുടങ്ങിയ അത്തരത്തിലുള്ള പല പ്രദേശങ്ങളുണ്ട്. അട്ടപ്പാടി അടക്കമുള്ള പ്രദേശങ്ങൾ ഒറ്റപ്പെട്ട നിലയിലാണ്. ആ മേഖലയിലുള്ള ആളുകളെ ഈ പുനരധിവാസ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. മാത്രമല്ല 10 സെന്റിൽ തന്നെ പുനരധിവാസം വേണം എന്നുൾപ്പെടെയുള്ള അങ്ങനെ നിരവധി ആവശ്യങ്ങൾ ഇവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും സമരം തുടരുന്ന പശ്ചാത്തലമാണ്. ചർച്ചയും നടക്കുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ പ്രധാനമായ ഡിമാൻഡുകൾ എന്തൊക്കെയാണ്? നമ്മളെ ഡിമാൻഡ് സർക്കാർ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് ആദ്യം പറഞ്ഞിട്ടുള്ളത് നമ്മളെ ഈ ചീഫ് സെക്രട്ടറി മുട്ടിൽ വന്നിട്ട് സംസാരിച്ചത് 15 സെൻറ്റ് ഭൂമിയാണ്. ആ 15 സെൻറ്റ് പോയിട്ട് രണ്ടാമതിപ്പോൾ പിന്നെ 10 സെൻറ്റാണ് പറഞ്ഞിരുന്നത്. അതിപ്പോൾ കൽപ്പറ്റയിലാണ് ഭൂമിയുള്ളത്. അത് കൽപ്പറ്റയിൽ വാല്യൂ കൂടുതലാണ്. അതുകൊണ്ട് 10 സെൻറ്റ് ഭൂമി നൽകാൻ കഴിയില്ല, 5 സെൻറ്റേ തരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ കഴിഞ്ഞ കുടിൽക്കെട്ടി സമരം ചൂരൽമലയിൽ കഴിഞ്ഞപ്പോൾ ചൂരൽമലയിൽ സമരം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഇവർ 7 സെൻറ്റ് ഭൂമിയാക്കി നിജപ്പെടുത്തി. പക്ഷേ ഞങ്ങൾക്കത് പറ്റില്ല. ഞങ്ങൾക്ക് 10 സെൻറ്റ് ഭൂമി തന്നെ കിട്ടണം. അത് കിട്ടിയേ ഞങ്ങൾ അടങ്ങുള്ളൂ. അല്ലാത്ത ഒരു ഒത്തുതീർപ്പിന് ഞങ്ങൾ തയ്യാറില്ല. മറ്റ് ഡിമാൻഡുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതുപോലെ വീട് വേണ്ടാത്തവർക്ക് 15 ലക്ഷം രൂപയാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ 15 ലക്ഷം രൂപ കൊണ്ട് വസ്തു വാങ്ങാനോ വീട് വെക്കാനോ കഴിയില്ല എന്ന് സർക്കാരിന് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ സർക്കാർ ഒരു വീടിന് 20 ലക്ഷം രൂപ നിശ്ചയിച്ചിട്ടുണ്ട്. ആ 20 ലക്ഷം രൂപയും പിന്നെ സർക്കാർ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള ഭൂമിയിൽ 10 സെൻറ്റ് വസ്തുവിന് എന്ത് വില വരുന്നുവോ ആ വിലയും തന്നോട്ടെ. ഇതാണ് ഞങ്ങളുടെ ആവശ്യം. ഇത്തരത്തിൽ നിരവധി ആവശ്യങ്ങൾ ഇവർ ഉന്നയിക്കുന്നുണ്ട്. ധാരാളം പേർ ഇവിടെ മുണ്ടക്കയിൽ നിന്നുള്ളതാണ്. ഈ കുടുംബം മുണ്ടക്കയിൽ നിന്നുള്ളവരാണ്. നമുക്ക് ഇവരോട് ചോദിക്കാം, നിങ്ങൾ എന്ത് പശ്ചാത്തലത്തിലാണ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് വന്നത്? എന്തുകൊണ്ടാണ് വരാൻ കാരണം? എൻ്റെ വീട് മൊത്തത്തിൽ പോയതാണ്. അപ്പോൾ എനിക്ക് ആ വീട് കിട്ടണം എന്ന് പറഞ്ഞാൽ നമുക്ക് 15 ലക്ഷം കൊണ്ട് നമുക്കൊന്നും ആവില്ല. അപ്പോൾ 15 ലക്ഷം കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്കത് കൊണ്ട് ഒരു സ്ഥലവും വീടും കൂടി നമുക്ക് കഴിയില്ല. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇപ്പോൾ സംഘടന നമുക്കിപ്പോൾ 20 ലക്ഷം വീട് വെക്കാൻ കൊടുക്കുന്നുണ്ടല്ലോ, അത് 10 സെൻറ്റ് ഭൂമിൻ്റെ വിലയായിട്ട് നമുക്ക് സർക്കാർ തരണം. അതായത് ഇപ്പോൾ ഇവർ പറയണത് സന്നദ്ധ സംഘടനകൾ വീട് വെച്ച് തന്നു കഴിഞ്ഞാൽ 15 ലക്ഷം രൂപ നിങ്ങൾ മേടിച്ചോ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഫോം 24-ാം തീയതി ഇവരുടെ സബ്മിറ്റ് ചെയ്യണം. അതായത് 2 ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് തീരുമാനിച്ചിട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അതിനകത്ത് നമ്മൾ 15, ഞങ്ങളിപ്പോൾ ടൗൺഷിപ്പിനുമായിട്ട് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അപ്പോൾ ഞങ്ങൾ ഈ 15 ലക്ഷത്തിന് ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിപ്പോൾ സന്നദ്ധ സംഘടനകൾ വീട് വെച്ച് തന്നിട്ടില്ലെങ്കിൽ ഈ പൈസ കൊണ്ട് നമുക്ക് എന്തായാലും ഒരു വീട് 10 സെൻറ്റ് സ്ഥലം പോയിട്ട് 5 സെൻറ്റ് സ്ഥലം വെച്ചിട്ട് പോലും ഒരു വീട് വെക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ കാര്യങ്ങൾ ഉണർത്താൻ വേണ്ടിയിട്ട് തുക കൂട്ടണം. മാന്യമായിട്ടില്ല. നമ്മൾ സന്നദ്ധ സംഘടനകളെ ആശ്രയിക്കേണ്ട ആവശ്യമല്ല. നമ്മളെ കണ്ണീര് കാണിച്ചിട്ടാണ് ഇപ്പോൾ ഇവർ ഇത്രയും കൂടി പിരിച്ചെടുക്കുന്നത്. ഈ കോടിയിൽ നിന്ന് തന്നെ ഇവരൊക്കെ പുനരധിവാസിക്കാനുള്ള പൈസ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സന്നദ്ധ സംഘടനകളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നമ്മൾ ഈ 15 ലക്ഷം മേടിച്ചാൽ അവരെ പിന്നാലെ നടക്കേണ്ടി വരും. ഇത്തരത്തിൽ നിരവധി വാദങ്ങൾ ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ റവന്യൂ മന്ത്രി ഇവിടെയുണ്ട്. റവന്യൂ മന്ത്രി അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി. എന്തായാലും ഇതിനുശേഷം ഈ യോഗത്തിന് ശേഷം റവന്യൂ മന്ത്രി വീണ്ടും മാധ്യമങ്ങളെ കാണുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. സുജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.